ഞാൻ ആ മനുഷ്യനെ ഉപ്പാന്ന് വിളിക്കണം അല്ലേ? ഇനിയുള്ള കാലം ഇവിടെ താമസിപ്പിക്കണം അല്ലേ? ഒരിക്കലും പറ്റില്ല. എവിടാ മനുഷ്യൻ? അങ്ങനെ ഇവിടെ നീണ്ടു നീർന്ന് കിടക്കണ്ട. എണീക്കും ഇങ്ങോട്ട്. അതെ, ഒരു നിമിഷം പോലെ എൻ്റെ ഈ വീട്ടിലെടുക്കണ്ട. കടക്ക് പുറത്ത്. അല്ല, നിങ്ങൾ എവിടെയായിരുന്നു? നേരാത്ത നേർച്ച കടങ്ങളില്ല, തിരയാത്ത സ്ഥലങ്ങളൊന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് ഞങ്ങൾ എങ്ങനെ മറന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ തോന്നി? ഒന്ന് ജീവനോടെ ഉണ്ട് എന്നൊന്ന് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടാണ്. പത്രത്തിലും ഇനി കൊടുക്കാത്തതൊന്നുമില്ല. എന്നാലും നിങ്ങൾ ഇങ്ങനെ ഞങ്ങൾ അടിയോടക്ക് മറന്നല്ലോ. പക്ഷെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? എനിക്ക് മറക്കാൻ പറ്റുമോ? നിങ്ങൾ കൂടെ ഇത് ജീവിച്ചതല്ലേ. എന്നാലും വല്ലാത്തൊരു സങ്കടം. എത്തിപ്പെട്ടല്ലോ, ഒന്ന് കണ്ടല്ലോ മരിക്കണതിൻ്റെ ഉള്ളിൽ. എനിക്ക് അത് മതി. നിന്നെ കുറേ ദ്രോഹിച്ചിട്ടുണ്ട്, ഞാൻ ഇല്ലാതൊന്നും പറയുന്നില്ല. ആ ചെറിയ ചോരത്തിളപ്പ് കൊണ്ട് കുറേ നിന്നെ അടിച്ച് നിൻ്റെ മക്കളെ കണ്ണീര് കുടിപ്പിച്ച് കുഞ്ഞേ കുട്ടികളായിരിക്കുമ്പോൾ ഞാൻ വിട്ടിട്ട് പോയത്. അതിനൊക്കെ ഞാൻ അവിടെ അനുഭവിച്ചു. അതിനും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനെങ്ങനെയാണ് വന്നത്. അന്വേഷിച്ച് പിടിച്ച് ഒരാളോട് കുറേ ആൾക്കാരോട് ചോദിച്ച് അന്വേഷിച്ച് പിടിച്ച് ഇങ്ങനെ വന്നത്. എനിക്ക് അതിനോടൊക്കെ പഠിച്ച ശിക്ഷ തന്നു. ഓരോ രോഗങ്ങളും ഓരോ മരുന്നും ഓരോ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിടന്ന് നോക്കാൻ ആരുമില്ലാണ്ട് കുറേ കഷ്ടപ്പെട്ടു. നിങ്ങളൊക്കെ ദ്രോഹിച്ച കാരണമാണ് എനിക്കൊക്കെ അനുഭവിച്ചത്. പഠിച്ചവൻ എന്നെ എന്ത് കണ്ടിരിക്കും? നിങ്ങളിപ്പോൾ കണ്ടു, എന്നെ സ്നേഹത്തോടെ വിളിച്ചു. ഞാൻ ചെയ്ത ദ്രോഹങ്ങളൊക്കെ നിങ്ങൾ എന്നെ മറന്നിട്ടല്ലേ വിളിച്ചത്. ആ നന്ദി എപ്പോഴും ഉണ്ടാവും. എനിക്ക് ജീവിക്കണ്ട പറഞ്ഞിരിക്കുന്നു. ഇപ്പം നിങ്ങളെ കണ്ടപ്പോഴാണ് എനിക്ക് ജീവിക്കാനൊരു കൊതി തോന്നുന്നത്. എന്താ ചെയ്യുക പഠിച്ചവനെ? ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെ നടന്നുപോയി, ഇത്ര ദ്രോഹിച്ചിട്ട്. അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ കരച്ചിൽ വന്നുകൊണ്ടിരിക്കുക. ഓരോരോ കാര്യം ആലോചിച്ചിട്ട്. നിങ്ങൾ അന്വേഷിക്കണമെന്നൊക്കെ എനിക്ക് അറിയായിരുന്നു. പക്ഷേ എനിക്കിങ്ങോട്ട് വരാനുള്ള യോഗ്യത ഇല്ല എനിക്ക്. ഞാൻ നിങ്ങൾ അത്രയും ദ്രോഹിച്ചതല്ലേ. പിന്നെ ഇനിയുള്ള കാലം നിങ്ങൾ ഇവിടെ നിൽക്കുക, എവിടേക്കും പോകണ്ട. നിങ്ങൾ ചെറുപ്പം എത്ര കൊല്ലായിന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ? നമ്മുടെ മോനിക്ക് എത്ര വയസ്സായിന്നറിയോ നിങ്ങൾക്ക്? 30 വയസ്സാകാറായി. നിങ്ങൾ പോയിട്ടും അത്രയായി. എന്നാലും ഇപ്പോഴെങ്കിലും ജീവനോടെ വന്നല്ലോ, എനിക്കത് മതി. ഇനിയുള്ള കാലം നമ്മൾ മക്കളായിട്ട് ഇനി സന്തോഷമായിട്ടിരിക്കും. നിങ്ങൾ പറഞ്ഞല്ലോ ഞാനൊരു ഒരു രോഗിയില്ല, നമുക്ക് ഡോക്ടറെ കാണിച്ച് മാറ്റാൻ പറ്റുന്ന രോഗം തന്നെ ഉള്ളൂ. എന്നാലും ഇത്രയും കാലം കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വന്നല്ലോ, അതെനിക്ക് സമാധാനമായി. എന്നും മോനോട് ചോദിക്കും, മോനെ പത്രത്തിലിട്ടോ വല്ലതും അറിഞ്ഞോ എല്ലാം ഇട്ടുമ്മാന്ന് പറയും. പക്ഷെ നിങ്ങൾ മരുന്ന് വാങ്ങാൻ പോയതാണ്. പക്ഷെ മോനക്ക് പനിച്ച് പറിച്ചിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ? ഡോക്ടർ മരുന്ന് എഴുതി തന്നപ്പോൾ കാശ് ഇല്ലാത്ത അവിടെ പോയി അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിച്ച് തന്ന് കുട്ടിക്ക് പനിയുടെ മരുന്ന് വേഗം വാങ്ങിച്ചിട്ട് പോയോ പറഞ്ഞിട്ട് പറഞ്ഞാച്ചതാ. എന്നിട്ട് കാണുന്നതാണ് ഇതിപ്പോൾ ഈ വേഷത്തിൽ. എങ്ങനെ ഉണ്ടായിരുന്ന മനുഷ്യനെ. സാരമില്ല, വയസ്സാവുമ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ. എന്നാലും വന്നല്ലോ, എനിക്ക് അത് മതി. ഇനിയുള്ള കാലത്ത് നമുക്ക് മക്കളായിട്ട് സന്തോഷമായിരിക്കും. മക്കൾക്കൊന്നും നിങ്ങൾ തിരിച്ചറിയില്ല. അത് കണ്ടാണ് മകൻ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക്. ഇനി മൂത്ത മോൻ കണ്ടാൽ എന്താ കണ്ടിക്കണാവോ? മൂത്ത മോൻ്റെ ഓർമ്മയുണ്ടാ നിങ്ങൾക്ക്? മുഖം ചെറിയൊരു ഓർമ്മയെങ്കിലും ഉണ്ടാ? മൂത്ത മോനൊക്കെ വലിയ കുട്ടിയായി, പണിക്ക് പോകാനായി. നിങ്ങൾ പോകുമ്പോൾ ഈ പെര എങ്ങനെ ഉണ്ടായിരുന്നു? ചെറ്റ പെരയായിരുന്നു. കണ്ടില്ലേ, വീടൊക്കെ വെച്ച് കുഴപ്പമില്ല. ഇൻഷാല്ലാ നമ്മുടെ മക്കളൊക്കെ ജോലിക്ക് പോകുന്നുണ്ട്, നല്ല രീതിയിൽ കുടുംബം കഴിയുന്നുണ്ട്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് മക്കളെയൊക്കെ ഇങ്ങനെ പഠിക്കാനും പണിയെടുത്തും വീട്ടുപണിക്ക് പോയിട്ടും കല്ല് ചുമന്നിട്ടൊക്കെയാണ് ഞാൻ എൻ്റെ മക്കളെ ഇത്ര ദൂരം ആക്കി. ഉപ്പല്ലാത്ത വേദന ഞാൻ തട്ടിച്ചിട്ടില്ല. അതിന് വേണ്ടി മക്കൾ വലുതായപ്പോൾ ഇന്നെ നല്ലപോലെ എൻ്റെ മക്കൾ നോക്കുന്നുണ്ട്. അതുപോലെ ഇനി നിങ്ങളെയും നോക്കും. ഇനി നിങ്ങൾ എങ്ങോട്ടും പോകണ്ട, വയ്യാകെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഞാൻ ഇത്രയും ദ്രോഹം ചെയ്തിട്ട് നീ എന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഭാഗ്യം കേട്ടവനാ. ഇനി മരിച്ചാലും വേണ്ടില്ല, എനിക്ക് അത്ര മതി. നിങ്ങൾ അതൊന്നും പറയണ്ട. നിങ്ങളെ അത്ര പ്രായമൊന്നും ആയിട്ടില്ല. താടിയും തലയൊക്കെ നിറച്ചെന്ന് പറഞ്ഞിട്ട് വലിയ പ്രായമൊന്നും ആയിട്ടില്ല. എനിക്കറിഞ്ഞൂടെ? നിങ്ങൾ ചെന്നൊന്ന് കുളിച്ചേ, ഈ താടിയും മുടിയൊക്കെ ഒന്ന് വെട്ടി സുന്ദരി കുട്ടപ്പനായ പഴയ ഗഫൂർക്ക് തന്നെയാ. ചെല്ല് എനിക്ക്. നിങ്ങൾ ഇനി എവിടേക്കും പോകണ്ട, ഇവിടെ തന്നെയാ. ചെല്ല് എനിക്ക്. എന്നാലും എനിക്ക് സാറില്ല വിഷമിക്കേണ്ട. നിങ്ങൾ വന്നില്ല, എനിക്കത് മതി. ചെന്ന് കുളിച്ചാൽ ഒക്കെ ശരിയാവും, ഒന്ന് ഉഷാറാവും. എവിടെ ഉമ്മാ ഷമീറേ? ആ നീ വന്നാ?
അല്ല ആരാ പറഞ്ഞു ഉപ്പ വന്നൊക്കെ പറഞ്ഞിട്ട്? നീ എന്തിനാ പിടിച്ച് ഉള്ളി കയറ്റാനൊക്കെ നിന്നത്? ഉമ്മാനെ കുറിച്ച് നിനക്ക് അറിഞ്ഞൂടെ? എന്നിട്ട് എവിടെ? ഞാൻ എന്ത് ചെയ്യാനാണ്? ഉമ്മാടെ കരച്ചിൽ കാണുമ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇത്ര നേരം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു തോന്നുന്നു. എനിക്ക് കഴുത്ത് പിടിച്ച് പുറത്താക്കുക വേണ്ടത്. ഉപ്പാന്ന് പറഞ്ഞിട്ട് വീട്ടിനുള്ളിൽ കയറി വന്നിരിക്കുന്നു. നമ്മളൊക്കെ ഉപ്പാനെ കണ്ടിട്ടുണ്ടാ ഇതുവരെ ആയിട്ട്. പിന്നെ എന്ത് അടിസ്ഥാനത്തില ഉപ്പാന്ന് പറഞ്ഞിട്ട്? ഞാനൊന്നും ഉപ്പാന്ന് വിളിക്കില്ല, ഒന്നും വിളിക്കില്ല. ആ ഉമ്മയോടെ ആ കരച്ചില് നീയും വീണൂലേ? ഉമ്മ എന്ത് വിചാരിച്ചിട്ടാണ് വീട്ടിൽ ആരൊക്കെ വിളിച്ച് കയറ്റിയിരിക്കുന്നത്? അത് ഉപ്പയാണ് എന്താണെന്ന് പറഞ്ഞിട്ട് ഉമ്മാന്റെ അടുത്ത് ആരാ പറഞ്ഞ് വിളിച്ച് കയറ്റാനൊക്കെ ആയിട്ട്? എനിക്ക് ഇവര് ദേഷ്യത്തിലുണ്ടല്ലോ. മോനെ നിന്റെ ഉപ്പയാണ്. കണ്ടപ്പോ പാവം തോന്നി മോനെ. എത്ര കാലായി കണ്ടിട്ട്. ഒന്നുമല്ലേ എൻ്റെ ഉപ്പ അല്ലാണ്ട് പോകും മോനെ. കണ്ടപ്പോൾ ഞാൻ ഉപ്പാനെ അങ്ങോട്ട് വിളിച്ച് കയറ്റിയതാ. വന്നത് എനിക്ക് സന്തോഷമായി. മോൻ ചൂടാകല്ലേ, മുമ്പ് അതൊക്കെ പറയും, ഉപ്പ കേൾക്കും. ഏത് ഉപ്പ? ഏത് കാലത്താണ് ഈ ഉപ്പ ഉണ്ടായത്? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂൾ ഫീസിനും അതിനും ഇതിനൊക്കെ ഉമ്മ തന്നെയല്ലേ വല്ലവരെ വീട്ടിൽ വേല പണിക്കും തേപ്പ് പണിക്കും റോഡ് പണിക്കും ഒക്കെ പോയിട്ട് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച് ഈ നിലയിലെത്തിയത്. അന്നൊന്നും ഈ ഉപ്പ ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ എവിടെ നിന്ന് വന്നു ഉപ്പ? കുഷ്ഠരോഗവും അതും ഇതും അസുഖം പിടിച്ച് വയസ്സായപ്പോൾ ഞങ്ങളെ മക്കളൊക്കെ വേണമല്ലേ? നല്ല കാലത്തൊന്നും നമ്മളൊന്നും വേണ്ട. ഉപ്പയാണത്ര ഉപ്പ. ഉപ്പയുടെ മുഖം തന്നെ ഞങ്ങൾക്കൊന്നും ഓർമ്മയില്ല. അത്രയും ചെറുപ്പത്തിൽ പോയതല്ലമ്മ. മരുന്ന് വാങ്ങിക്കാൻ ഉമ്മ എപ്പോഴും പറയല്ലോ. ഇപ്പൊ അവന് അനിയന് എത്ര വയസ്സായിമ്മ? അത്രയും വർഷത്തിന് ശേഷം വന്ന് കയറിയിട്ട് നമ്മൾ ഈ കുടുംബത്തെ കയറ്റി ഇരുത്താനാണ് ഉപ്പാനെ? ഒരിക്കലും ഞാൻ ഇതിന് സമ്മതിക്കില്ല. അങ്ങനെ പറയല്ലേ മോനെ. ഒന്നുമില്ലെങ്കിൽ നിന്റെ ഉപ്പ അല്ലടാ. നിങ്ങൾ രണ്ടാൾക്ക് ഉപ്പ നിങ്ങളെ ചൂണ്ടിക്കാണിച്ച് ഏത് ഉപ്പാനെ കാണിച്ചു കൊടുക്കും? നിന്റെ സ്വന്തം ഉപ്പയാണ് മോനെ. അത് വന്നില്ലേ, അതുകൊണ്ട് സന്തോഷപ്പെടും. ഉമ്മ എത്ര കഷ്ടപ്പെട്ടാലും മക്കളെ നല്ലപോലെ വളർത്തി ഇതാക്കി. എൻ്റെ ഉപ്പ വന്നില്ല പോന്നു. എൻ്റെ ഉപ്പാനൊന്നും പറയില്ല. പാവമുണ്ട്. അത് വന്ന കോലം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം. ഇതേ കുളിക്കാൻ ബാത്റൂമിലേക്ക് പോയിക്കണം. ഇതൊക്കെ പറയുന്നത് കേട്ടാൽ ചിലപ്പോൾ വന്ന പോലെ പോകും. എൻ്റെ കോലം കണ്ടാലേ എന്തായാലും എന്നെ താലി കെട്ടി എൻ്റെ മാപ്പിളയല്ലേ മോനെ. നിങ്ങളെ ഉപ്പയും കൂടിയല്ലേ. മക്കൾ ക്ഷമിക്കും. മക്കളൊന്നും പറയാൻ നിൽക്കണ്ട. ഒപ്പം വന്നല്ലോ. ഇനിയുള്ള കാലം മക്കളും ഉമ്മയും സന്തോഷമായിട്ട് ജീവിക്കാം. ഉപ്പാനൊന്നും പറയല്ലേ. ഞാന് ആ മനുഷ്യനെ ഉപ്പാന്ന് വിളിക്കണം അല്ലേ? ഇനിയുള്ള കാലം ഇവിടെ താമസിപ്പിക്കണം അല്ലേ? ഒരിക്കലും പറ്റില്ല. എവിടാ മനുഷ്യൻ? ഇന്ന് ഈ വീട്ടിൽ നിന്ന് അടിച്ച് ഞാൻ പുറത്താക്കും. നോയിക്കോ. ഓഹോ, ഇവിടെ ഒരു നാണവും മാനില്ലാണ്ട് കയറി കിടക്കുകയല്ലേ ഞങ്ങൾ സമ്പാദിച്ച സ്ഥലത്ത്. അങ്ങനെ ഇവിടെ നീർന്ന് കിടക്കണ്ട. എണീക്കിങ്ങട്. അതെ, ഒരു നിമിഷം പോലെ എന്റെ വീട്ടിൽ നിൽക്കണ്ട. കടക്ക് പുറത്ത്. നിമിഷം പോലെ ഇവിടെ നിൽക്കണ്ട. കടക്ക് പുറത്ത് എന്റെ വീട്ടിൽ. എൻ്റെ ഉപ്പയുടെ അത് ജന്മം തന്ന് വളർത്തി ഉപ്പയുടെ അത് ഓരോ നേരെ ഞാൻ ക്ഷമിക്കുന്നു. വന്നത് തൊട്ടുള്ളപ്പോ പറച്ചിലാണ് കുപ്പ കുപ്പ കണ്ട്. നിനക്ക് വിളിച്ച അവൻ പറഞ്ഞു തന്നല്ലേ? ഓരോ നേരെ ഞാനും ക്ഷമിക്കുന്നു. വന്നപ്പെടുത്തോട്ട് വന്നില്ലെന്ന് പറഞ്ഞ് സന്തോഷപ്പെടും. നല്ല ജന്മം തന്നെ ഉണ്ടാക്കി ഉപ്പയാണത്.